ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ടൈം വാല്യൂ ഓഫ് മണിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. അതിനകത്ത് ടൈം വാല്യൂ ഓഫ് മണിയുടെ 4 ആസ്പെക്ട്സിനെ കുറിച്ചും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആ ഓരോ ആസ്പെക്റ്റും എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം 2 ടെക്നിക്സ് ഉണ്ടെന്ന് പറഞ്ഞു ടൈം വാല്യൂ ഓഫ് മണിക്ക്. വൺ ഇസ് കോമ്പൗണ്ടിങ് ആൻഡ് ദ വൺ ഇസ് ഡിസ്കൗണ്ടിങ്. കോമ്പൗണ്ടിങ്ങിൽ നമ്മൾ ചെയ്യുന്നത് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കുകയാണ് കോമ്പൗണ്ടിങ്ങിൽ ചെയ്യുന്നത്. പ്രസൻറ്റ് വാല്യൂ വിൽ ബി ഗിവൻ ആൻഡ് വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദി ഫ്യൂച്ചർ വാല്യൂ. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ 2 രീതിയിലുണ്ട്. ഒന്ന് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ദെൻ ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുവിറ്റീസ് ആണെങ്കിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. ഫ്യൂച്ചർ വാല്യൂ ചെയ്യാൻ നേരം 2 ആസ്പെക്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമ്പിൾ ഇൻട്രസ്റ്റും ഉണ്ട്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഉണ്ട്. ഇത് രണ്ടും അറിയെങ്കിൽ മാത്രമേ ഫ്യൂച്ചർ വാല്യൂ നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. First, let's see the calculation of future value of single cash flow if simple interest is applied. So, future value of single cash flow if simple interest is applied. ഒരു എക്സാമ്പിളിൻ്റെ സഹായത്തോടെ നമുക്ക് ഞാനൊന്ന് ഡിസ്ക്രൈബ് ചെയ്ത് തരാം. The example is, if we invest rupees 1000 at 10% per annum, what will be its value at the end of second year? അതായത് ഇപ്പം നമ്മൾ അറ്റ് പ്രസൻറ്റ് 1000 rupees ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 10% ഇൻട്രസ്റ്റ് റേറ്റിൽ സെക്കൻഡ് ഇയർ ആകുമ്പം അത് എത്ര രൂപയായി തീരും, ഈ 1000 രൂപ എത്ര രൂപയായി തീരും. സെക്കൻഡ് ഇയർ മീൻസ് ഫ്യൂച്ചറിൽ. അപ്പോൾ യു ആർ ആസ്ക്ഡ് ടു കാൽക്കുലേറ്റ് ഫ്യൂച്ചർ വാല്യൂ ഹിയർ. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. ഫ്യൂച്ചർ വാല്യൂയുടെ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്ന് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോയും ഫ്യൂച്ചർ വാല്യൂ ഓഫ് ആനുറ്റി. ഇവിടെ ആനുറ്റി അല്ല, സിംഗിൾ ക്യാഷ് ഫ്ലോ. കാരണം നമ്മൾ എത്ര രൂപയെ ഒരു സിംഗിൾ ഇൻവെസ്റ്റ്മെൻറ്റേ ഉള്ളൂ. എത്ര രൂപയെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 1000 rupees. 2 വർഷം കഴിയുമ്പം ഈ 1000 വാല്യൂ എത്രയായി തീരുമെന്നാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയർ ബിഗിനിങ്ങിൽ നമ്മൾ ഈ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തു. ഇൻവെസ്റ്റ് ചെയ്യുമ്പം എന്ത് സംഭവിക്കും, ഫസ്റ്റ് ഇയർ എൻഡിൽ നമുക്കിതിന് ഇൻട്രസ്റ്റ് കിട്ടും. ബാങ്ക് ഓഫർ ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 10% ആണ്. സോ 1000 ഇൻറ്റു 10% ദാറ്റ് ഈക്വൽസ് 100 rupees. അപ്പോൾ ഇൻവെസ്റ്ററിന് എത്ര രൂപ കിട്ടുന്നത്, 100 rupees ഇൻവെസ്റ്ററിന് ഇൻട്രസ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ അസംഷൻ എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് കിട്ടുമ്പോൾ ആ കിട്ടുന്ന ഇൻട്രസ്റ്റ് അത് അപ്പോഴേ ഇൻവെസ്റ്ററിന് അങ്ങ് കൊടുക്കുവാണ്, പേ ഓഫ് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴും ഇയാൾ 2 വർഷത്തേക്കല്ലേ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ ഈ 1000 രൂപയെ സെക്കൻഡ് ഇയറിലും ഉള്ളു. കാരണം ഈ കിട്ടിയ 100 രൂപ അങ്ങ് ഇൻവെസ്റ്ററിന് കൊടുത്തു എന്നുള്ള അസംഷനിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് ചെയ്യുന്നത്. സോ സെക്കൻഡ് ഇയർ ദ ബാങ്ക് ഇസ് ഹാവിങ് 1000 rupees ഓഫ് ദാറ്റ് ഇൻവെസ്റ്റർ. അതിനും എത്ര രൂപ തന്നെ, എത്ര പെർസെൻറ്റ് ഇൻട്രസ്റ്റ് തന്നെ കൊടുക്കുന്നത്, 10%, 100 rupees കിട്ടി. അങ്ങനെ 2 വർഷത്തെ കാര്യം ചോദിച്ചിട്ടുണ്ട്. നമ്മൾ 2 വർഷത്തെ കാൽക്കുലേഷനെ നടത്തുന്നുള്ളൂ. ഇത് 5 years 10 years ഒക്കെ ആവാം. നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടിയാണ് അത് 2 years ആയിട്ട് ഞാൻ ലിമിറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ 2 വർഷം കൊണ്ട് അയാൾക്ക് കിട്ടിയ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 200. അപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് ഏതിനെ ഇൻട്രസ്റ്റ് കിട്ടുള്ളൂ, പ്രിൻസിപ്പൽ എമൗണ്ട് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റിന് മാത്രമേ ഇൻട്രസ്റ്റ് കിട്ടൂ. കാരണം ഓരോ വർഷത്തെ ഇൻട്രസ്റ്റും ഇമ്മീഡിയറ്റ്ലി അത് ഇൻവെസ്റ്ററിന് പേ ഓഫ് ചെയ്യുന്നു എന്നുള്ള അസംഷനിലായതുകൊണ്ടാണ്. അപ്പോൾ ബാങ്കിൻ്റെ കയ്യിൽ എല്ലാ വർഷവും ഇയാളുടെ എത്ര രൂപയേ ഉണ്ടാവുള്ളൂ കയ്യിൽ, അയാൾ ആദ്യം ഇൻവെസ്റ്റ് ചെയ്ത 1000 രൂപ, 1000 രൂപയ്ക്ക് ബാങ്ക് അയാൾക്ക് ഇൻട്രസ്റ്റ് കൊടുക്കും. അപ്പോൾ ഇവിടെ 2 വർഷത്തെ കാര്യമേ ഉള്ളൂ. അതുകൊണ്ട് 2 വർഷത്തെ ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ഇനി നോക്കാം എന്താണ് ഈ 1000 രൂപയുടെ ഫ്യൂച്ചർ വാല്യൂ എന്ന്. നമ്മൾ ലോജിക്കലായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയായിരിക്കും, അയാൾ ആദ്യം കൊണ്ടുവന്ന ഈ 1000 രൂപയും കൊടുക്കണം, പ്ലസ് അയാൾക്ക് കിട്ടിയ 200 rupees ഇൻട്രസ്റ്റും. അതായത് ഫസ്റ്റ് ഇയർ ഇൻട്രസ്റ്റ് 100 ആൻഡ് സെക്കൻഡ് ഇയർ ഇൻട്രസ്റ്റ് 100 ആൻഡ് ടോട്ടൽ 200 rupees. So the future value of that 1000 rupees came to 1200. അതായത് 1000 രൂപ അയാൾ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ സെക്കൻഡ് ഇയർ എൻഡ് ആയപ്പോൾ അയാൾക്ക് 1200 രൂപയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം, പ്രസൻറ്റ് വാല്യൂ ഈസ് നോട്ട് ഈക്വൽ ടു ഫ്യൂച്ചർ വാല്യൂ. അതായത് നമ്മളിവിടെ ഏത് കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തെന്നാണ്, ടൈം വാല്യൂ ഓഫ് മണി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്തു. ഇനി ഇങ്ങനെ ചെയ്യുന്നതിന് പകരം ഒരു കംപ്രസ്ഡ് ഫോർമുല ഉണ്ട് ഫ്യൂച്ചർ വാല്യൂ കണ്ടുപിടിക്കാനായിട്ട്. ആ ഫോർമുല എന്താണെന്ന് നോക്കാം. അതായത് കാൽക്കുലേഷൻ ഓഫ് ഫ്യൂച്ചർ വാല്യൂ ഓഫ് സിംഗിൾ ക്യാഷ് ഫ്ലോ ഇഫ് സിമ്പിൾ ഇൻട്രസ്റ്റ് ഇസ് അപ്ലൈഡ്. ദ ഫോർമുല ഇസ് ഫ്യൂച്ചർ വാല്യൂ ഈക്വൽസ് P plus within bracket P into I into N. ഇതാണ് ആ ഫോർമുല. നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡെറിവേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല, ഫോർമുല മാത്രം ഒന്ന് പറയുന്നേ ഉള്ളൂ. ഫ്യൂച്ചർ വാല്യൂ ഈക്വൽസ് P പ്ലസ് വിത്തിൻ ബ്രാക്കറ്റ് P ഇൻറ്റു I ഇൻറ്റു N. ഇനി എന്താണ് P, എന്താണ് I, എന്താണ് N എന്ന് നോക്കാം.
പി എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ എമൗണ്ട്. പി സ്റ്റാൻഡ്സ് ഫോർ പ്രിൻസിപ്പൽ എമൗണ്ട്. അതായത് ഇനീഷ്യൽ ഒരു സിംഗിൾ ക്യാഷ് ഫ്ലോ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ, അതാണ് പി. ഈ എക്സാമ്പിൾ അനുസരിച്ച് പ്രിൻസിപ്പൽ എമൗണ്ട് അതായത് സിംഗിൾ ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് 1000 rupees ആണ്. ഓക്കെ. ദെൻ ഇൻട്രസ്റ്റ് റേറ്റ്. ഐ സ്റ്റാൻഡ്സ് ഫോർ ഇൻട്രസ്റ്റ് റേറ്റ്. ഇൻട്രസ്റ്റ് റേറ്റ് ഇവിടെ പ്രതിപാദിക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 10% ആണ്. 10% ഫോർ 1 year. പി എ മീൻസ് പെർ ആനം. ഒരു വർഷത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് 10%. നെക്സ്റ്റ് എൻ സ്റ്റാൻഡ്സ് ഫോർ നമ്പർ ഓഫ് ഇയേഴ്സ് ഓർ പീരീഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇവിടുത്തെ പീരീഡ് പറയുന്നത് 2 years എന്നല്ലേ, അതാണ്. സോ ആസ് പെർ ദിസ് ക്വസ്റ്റ്യൻ P equals 1000 rupees, I equals 10%. 10% means 10 divided by 100, അതായത് 0.10. ഡെസിമൽ ഫോമിൽ എഴുതുന്നതാണ് നല്ലത്. പിന്നീട് N equals 2 years. പിന്നീട് ഈ ഫിഗേഴ്സിനെ നമ്മൾ ഈ ഫോമുലയിൽ അപ്ലൈ ചെയ്യാം. Therefore future value equals ഈ ഫോമുലയാണ്. P 1000, so 1000 plus within bracket again P, that is 1000 into I. യുടെ ഡെസിമൽ ഫോമാണ് നമ്മളിവിടെ എഴുതുന്നത് 0.10. 1000 into 0.10 എന്ന് പറയുന്നത് 100 ആണ്. അതായത് ഒരു വർഷത്തെ ഇൻട്രസ്റ്റാണ് കിട്ടുന്നത്. അതേപോലെ എത്ര വർഷമുണ്ട്? 2 വർഷം ഇൻറ്റു 2. N സ്റ്റാൻഡ്സ് ഫോർ 2. അങ്ങനെയാണ് 200 കിട്ടിയത്. ഈ ബ്രാക്കറ്റ് സോൾവ് ചെയ്തപ്പോഴാണ് 200, 2 years ഇൻട്രസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചർ വാല്യൂ വിൽ ബി അയാളുടെ പ്രിൻസിപ്പൽ എമൗണ്ട് അയാൾക്ക് തിരിച്ചു കൊടുക്കണം, പിന്നീട് അയാൾക്ക് കിട്ടുന്ന ഈ 200 രൂപ ഇൻട്രസ്റ്റും. സോ ദ ഫ്യൂച്ചർ വാല്യൂ ഇസ് 1200. ഇതാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് കാൽക്കുലേഷൻ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിലേക്ക് പോവാം. അത് നെക്സ്റ്റ് വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ പ്രത്യേകത ഓർത്ത് വെക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്, സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിൽ എല്ലാ വർഷവും നമ്മൾ 10 വർഷം ഇൻവെസ്റ്റ് ചെയ്തോ അല്ലെങ്കിൽ 5 വർഷമാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, എല്ലാ വർഷവും നിങ്ങൾക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിനെ ഇൻട്രസ്റ്റ് കിട്ടും. പിന്നീട് അതാത് വർഷത്തെ ഇൻട്രസ്റ്റ് അപ്പോഴപ്പോഴ് തന്നെ സെറ്റിൽ ചെയ്ത് പോകുന്നു എന്നുള്ള അസംഷനിലാണ് സിമ്പിൾ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത്. ഓക്കെ. സോ നെക്സ്റ്റ് വീഡിയോ വിൽ ബി ഓൺ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്.